സാങ്കേതിക തടസ്സം മൂലം സർക്കാർ പദ്ധതിയായ വിദ്യാവാഹിനിയിൽ ഭാഗമാകാൻ കഴിയാതെ പനമരം ആര്യന്നൂർ ഉന്നതിയിലെ കുട്ടികൾ. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിലെത്താൻ വാഹന സൗകര്യം ഉറപ്പാക്കുന്ന പദ്ധതി ലഭ്യമാകാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കളും അനുഭവിക്കുന്നത്. സ്കൂളിൽ പറഞ്ഞ് മീറ്റിംഗ് പോയി അവരൊന്നും വണ്ടിയൊന്നും വിടുന്നില്ല. ഇത്ര അടുത്തല്ലല്ലോ, എന്തിനാ വണ്ടി വിടുന്ന, നടന്നു വന്നാൽ മതിയെന്ന്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാവാഹിനി. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ സ്കൂളുകളിലെത്താൻ കഴിയാത്തവരെ വാഹനത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സ്കൂളിൽ നിന്നും 1 കിലോമീറ്റർ പരിധിക്കപ്പുറമുള്ള കുട്ടികളെയാണ് മാനദണ്ഡപ്രകാരം വിദ്യാവാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. എന്നാൽ ഈ മാനദണ്ഡമാണ് പനമരം ആര്യന്നൂർ ഉന്നതിയിലെ കുട്ടികൾക്ക് വിനയായിരിക്കുന്നത്. വിദ്യാവാഹിനിൻ്റെ ദൂരപരിധി അവർ 1 കിലോമീറ്റർ എന്നുള്ളത് ഒഴിവാക്കിയാൽ തന്നെ ഇവിടുന്ന് കൊഴിഞ്ഞുപോക്കും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ ഈ ആര്യന്നൂർ ഉന്നതിയിൽ 15ഓളം കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഈ ഹൈവേ റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് ആക്സിഡൻറ്റ് പതിവായിട്ടുള്ള ഈ റോഡിലൂടെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ കോഴിക്കോട് മൈസൂർ പാതയോരത്താണ് ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. രക്ഷിതാക്കൾ പലപ്പോഴും ജോലിക്ക് പോലും പോകാതെയാണ് കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവിടുന്നത്. കുറേ ദിവസം മക്കൾ പോയില്ല. അമ്മമാർ പണിക്ക് പോയപ്പോൾ മക്കൾ ലീവായി. അങ്ങനെ ഞങ്ങൾ കുടുംബപ്പോൾ പോകുന്നത്. 1 കിലോമീറ്റർ ദൂരപരിധി ഒഴിവാക്കി ഉന്നതിയിലേക്ക് വാഹന സൗകര്യം ഒരുക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. മീഡിയ 1 വയനാട്.